Hello friends, welcome back to Full Stack Solutions Product Management Part 3ൽ ഇന്ന് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് പ്രോഡക്റ്റ് ഓഫറാണ്. സോ അതിൽ പ്രോഡക്റ്റ് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനുള്ള ഫീച്ചേഴ്സാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ അതിൽ വ്യൂസിൽ വന്നിട്ട് പ്രോഡക്റ്റ് EGS പേജിൽ വരാം. അതിൽ ബ്രാൻഡ്, കാറ്റഗറി, സെയിൽ പ്രൈസിന് താഴെയായിട്ട് അടുത്ത കോളത്തിലായിട്ട് നമുക്ക് പ്രോഡക്റ്റ് ഓഫർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. സോ നമുക്കൊരു കണ്ടീഷൻ എഴുതാം. ഇഫ് ലോക്കൽസ് ഡോട്ട് ഡാറ്റ, ലോക്കൽസ് യൂസ് ചെയ്യുന്നത് നമ്മൾ EGSൽ വേരിയബിൾ ബാക്ക് എൻഡിൽ നിന്ന് വരുന്ന വേരിയബിൾ വാല്യൂ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ലോക്കൽസ് ഡോട്ട് ഡാറ്റ ഡോട്ട് പ്രോഡക്റ്റ് ഓഫർ പ്രോഡക്റ്റ് ഓഫർ ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് ഓഫർ എത്രയാണോ അത് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഡാറ്റ ഡോട്ട് പ്രോഡക്റ്റ് ഓഫർ. ഇഫ് കേസ് ക്ലോസ് ചെയ്യാം. ദെൻ എൽസ് കേസിൽ 0 ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് പ്രോഡക്റ്റിന് ഓഫറൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് എൽസ് കേസ് ക്ലോസ് ചെയ്യാം. സോ അടുത്ത കോളത്തിലായിട്ട് ഓഫർ ആഡ് ചെയ്യാനുള്ള ബട്ടണാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ ഇഫ് ലോക്കൽസ് ഡോട്ട് ഡാറ്റ ഡോട്ട് പ്രോഡക്റ്റ് ഓഫർ 0 ആണെങ്കിൽ നമുക്ക് ഓഫർ ആഡ് ചെയ്യാൻ പറ്റണം. ബട്ടൻ്റെ താഴെ ക്ലോസ് ചെയ്യാം, ഇഫ് കേസ് ക്ലോസ് ചെയ്യാം. ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ഓഫർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ആ പ്രോഡക്റ്റിൻ്റെ ID പാസ് ചെയ്യാൻ പറ്റണം. സോ ഡാറ്റ ഡോട്ട് ID നമ്മൾ പാസ് ചെയ്യുന്നു. അതുപോലെ എൽസ് കേസിൽ ഓഫർ റിമൂവ് ചെയ്യാൻ പറ്റണം. റിമൂവ് ഓഫർ ഡാറ്റ ഡോട്ട് _ID. സോ റിമൂവ് ചെയ്യാനുള്ള ID നമ്മൾ ബാക്ക് എൻഡിലോട്ട് പാസ് ചെയ്യണം. സെയിൽ ഓഫർ ആഡ് ഓഫർ, ദെൻ നമുക്ക് തൊട്ടടുത്ത കോളത്തിൽ വരുന്നത് ക്വാണ്ടിറ്റി ആണ്. സോ ക്വാണ്ടിറ്റി നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാം. ഡാറ്റ ഡോട്ട് ക്വാണ്ടിറ്റി. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് നോക്കാം.
ഓക്കെ, ഇപ്പം ആഡ് ഓഫർ ബട്ടൺ വന്നിട്ടുണ്ട്. സോ ഇനി അതിൻ്റെ ഫങ്ഷണാലിറ്റി നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാം. താഴെ വന്നിട്ട് ഒരു സ്ക്രിപ്റ്റ് ടാഗിന് ഉള്ളിൽ നമുക്ക് ആഡ് ഓഫറും റിമൂവ് ഓഫറും ഫങ്ഷൻസും നമുക്ക് ഡിഫൈൻ ചെയ്യാം. async ഫങ്ഷൻ ആഡ് ഓഫർ, അവിടെ നിന്ന് ഫോർവേഡ് ചെയ്യുന്ന ഫ്രണ്ടിൽ നിന്ന് ഫോർവേഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഐ ഡി നമ്മൾ ആക്സസ് ചെയ്യുന്നു. നമ്മൾ എമൗണ്ട് ഡീസ്ട്രക്ചർ ചെയ്തെടുക്കണം. ദെൻ സ്വീറ്റ് അലർട്ട് യൂസ് ചെയ്തിട്ടായിരിക്കും യൂസറിന് ഇൻപുട്ട് ചെയ്യാനുള്ള അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഒരു പോപ്പപ്പ് പോലെ ഡിസ്പ്ലേ ചെയ്യും. സോ അതിലോട്ട് നമുക്ക് എൻ്റർ ചെയ്യണം എത്രയാണെന്നുള്ളത്. ഇത് സ്വീറ്റ് അലർട്ടിൻ്റെ കോൺഫിഗറേഷനാണ്. സോ പോപ്പപ്പിൻ്റെ ടൈറ്റിൽ ഓഫറിങ് പെർസെൻറ്റേജ് എന്ന് കൊടുക്കാം. ഇൻപുട്ട് നമ്പർ. ഇതേ രീതിയിൽ തന്നെ കൊടുക്കണം. ഈ നമ്പർ എന്നുള്ളത് ഫസ്റ്റ് ലെറ്റർ ക്യാപ്സ് ലോക്ക് ഒന്നും കൊടുക്കാൻ പാടില്ല. ഇത് സ്വീറ്റ് അലർട്ടിൻ്റെ കോൺഫിഗറേഷനാണ്. സോ സ്പെല്ലിംഗ് ഒന്നും തെറ്റാതെ സെയിം രീതിയിൽ തന്നെ കൊടുക്കാം. ഇൻപുട്ട് ലേബൽ പെർസെൻറ്റേജ്, ഇൻപുട്ട് പ്ലേസ് ഹോൾഡർ ഒരു പെർസെൻറ്റേജ് ആയിട്ട് സെറ്റ് ചെയ്യാം. നമ്മൾ അജാക്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ പെർസെൻറ്റേജും ഈ പ്രോഡക്റ്റിൻ്റെ ഐ ഡി എല്ലാം ബാക്ക് എൻഡിലോട്ട് പാസ് ചെയ്യാം. അജാക്സ് ജേക്വറിയിൽ യൂസ് ചെയ്യുന്ന ഡേറ്റ പാസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഫെച്ച് യൂസ് ചെയ്യുന്നത് പോലെ ജേക്വറിയിൽ യൂസ് ചെയ്യുന്ന ഡേറ്റ പാസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അജാക്സ്. സോ URL admin ആഡ് പ്രോഡക്റ്റ് ഓഫർ എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാം. നമുക്ക് ബാക്ക് എൻഡിൽ ഡിഫൈൻ ചെയ്യാനുണ്ട്. മെത്തേഡ് പോസ്റ്റ്, ദെൻ ഡേറ്റ, ഓഫർ എമൗണ്ടും പിന്നെ ആ സ്പെസിഫിക് പ്രോഡക്റ്റിൻ്റെ ഐ ഡിയും ബാക്ക് എൻഡിലോട്ട് പാസ് ചെയ്യാം. നമുക്കിനി ബാക്ക് എൻഡിൽ നിന്ന് വരുന്ന ഡേറ്റ നമുക്ക് റിസീവ് ചെയ്യണം. സോ അതിൻ്റെ അലേർട്ട് നമുക്ക് യൂസറിന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. സോ റെസ്പോൺസ് റിസീവ് ചെയ്തു. നമുക്കിനി കണ്ടീഷൻ എഴുതാം. റെസ്പോൺസ് സ്റ്റാറ്റസ് ട്രൂ ആണെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണമെന്നുള്ളത് റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് ഈക്വൽ ടു ട്രൂ ആണെങ്കിൽ ലൊക്കേഷൻ ഡോട്ട് റീലോഡ്
Offer added. The offer has been removed. Else കേസിൽ alert failed. നമുക്കിനി റിമൂവ് ഓഫർ ഫംഗ്ഷൻ താഴെ ഡിഫൈൻ ചെയ്യാം. പ്രോഡക്റ്റ് ഐ ഡി റിസീവ് ചെയ്യുന്നു. ട്രൈ ക്യാച്ചിനകത്ത് നമ്മൾ സ്വീറ്റ് അലേർട്ട് യൂസ് ചെയ്തിട്ട് യൂസറിന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഐക്കൺ വാർണിംഗ്. യൂസറിന് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. റിമൂവ് ഓഫർ ചെയ്യുന്ന സമയത്ത് യൂസറിന് ഒരു കൺഫർമേഷൻ ഡേറ്റ നമുക്ക് പോപ്പപ്പ് ചെയ്ത് കാണിക്കും. ദെൻ യൂസറിൻ്റെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും പിന്നീട് അത് പ്രൊസീഡ് ചെയ്യുന്നത്. ഷോ ക്യാൻസൽ ബട്ടൺ. അത് കൺഫേം ചെയ്യാനുള്ള ബട്ടൺ ഉണ്ടാവും, ക്യാൻസൽ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ടാവും. ടൈമർ 5000 millisecond ആയിട്ട് സെറ്റ് ചെയ്യാം.
ടൈമർ പ്രോഗ്രസ് ബാർ ട്രൂ. then യൂസറിൻ്റെ റെസ്പോൺസിന് ശേഷം then പ്രോമിസ് യൂസ് ചെയ്തിട്ട് ഒരു ചെയ്യേണ്ട കാര്യം നമ്മൾ കോൾ ബാക്ക് സെറ്റ് ചെയ്യണം. നമുക്കൊരു കണ്ടീഷൻ എഴുതാം. ഇഫ് result dot is confirmed, കൺഫേം ആണെങ്കിൽ നമ്മൾ ബാക്ക് എൻഡിലോട്ട് ഓഫർ റിമൂവ് ചെയ്യാനുള്ള ഡേറ്റ പാസ് ചെയ്യുന്നു. അജാക്സ് URL admin remove product offer. ബാക്കെൻഡിലോട്ട് പ്രോഡക്റ്റ് ID പാസ് ചെയ്യുന്നു. റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് ട്രൂ ആണെങ്കിൽ റിമൂവ്ഡ് റിമൂവ്ഡ് എന്നുള്ള ടൈറ്റിലാണ്. സോ അതായത് ആ പോപ്പിൻ്റെ ഹെഡ് ടൈറ്റിൽ വന്നിട്ട് റിമൂവ്ഡ്, അതിൻ്റെ ബോഡിയിലുള്ള ടെക്സ്റ്റ് എന്ന് പറയുന്നത് the offer has been removed, അതിൻ്റെ സിമ്പിൾ നമുക്ക് സക്സസ് എന്ന് സെറ്റ് ചെയ്യാം. else if കേസിൽ റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് ഫോൾസ് ആണെങ്കിൽ സ്വീറ്റ് അലർട്ട് യൂസ് ചെയ്തിട്ട് ഫെയിൽഡ് ഡിസ്പ്ലേ കാണിക്കാം. എൽസിൽ അലർട്ട് ക്യാച്ചിൽ ഇനി എറർ ഹാൻഡിൽ ചെയ്യാം. console.error
എറർ. സോ അങ്ങനെ ആഡ് പ്രോഡക്റ്റ് ഓഫറും റിമൂവ് പ്രോഡക്റ്റ് ഓഫറും ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് ബാക്ക് എൻഡിൽ റൂട്ട്, ഈ രണ്ട് റൂട്ടും ഡിഫൈൻ ചെയ്യാം. router.post add product offer and Vinod product controller add product offer. അടുത്ത റൂട്ട് router.post remove product offer. Const product offer. പ്രഖ്യാപിച്ചതിനകത്ത് നമുക്കത് ഫ്രണ്ട് എൻഡിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റ് ഐ ഡിയും യൂസർ എൻ്റർ ചെയ്ത പെർസെൻറ്റേജും ഡീസ്ട്രക്ചർ ചെയ്തെടുക്കാം. റിക്വസ്റ്റ് ഡോട്ട് ബോഡി ഡാറ്റാബേസിൽ നിന്ന് പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്യാം. കോൺസ്റ്റ് ഫൈൻഡ് പ്രോഡക്റ്റ് അവൈറ്റ് പ്രോഡക്റ്റ് ഡോട്ട് ഫൈൻഡ് വൺ. നമ്മൾ ഐ ഡി യൂസ് ചെയ്തിട്ട് പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്യുന്നു. പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്തു. അതുപോലെ തന്നെ അതിന് കാറ്റഗറിയും കൂടി ഫൈൻഡ് ചെയ്യണം. കാരണം കാറ്റഗറി ആയിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും പ്രോഡക്റ്റിൻ്റെ ഓഫർ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. നമുക്കൊരു കണ്ടീഷൻ എഴുതാം. ഇഫ് കേസിൽ ഫൈൻഡ് കാറ്റഗറിയുടെ ഓഫർ നമ്മുടെ പ്രോഡക്റ്റ് ഓഫറിനേക്കാൾ കൂടുതലാണെങ്കിൽ
നമുക്കൊരു ഫ്രണ്ട് എൻഡിലോട്ട് ഒരു എറർ പാസ് ചെയ്യണം. അതായത് കാറ്റഗറിയുടെ ഓഫർ പ്രോഡക്റ്റിൻ്റെ ഓഫറിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്കൊരു എറർ പാസ് ചെയ്യണം. അതായത് ഈ പ്രോഡക്റ്റുള്ള കാറ്റഗറിക്ക് ഓൾറെഡി ഓഫർ ഉണ്ട് എന്നുള്ള രീതിയിൽ. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ബിസിനസ് ലോജിക്ക് അനുസരിച്ച് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാം. ചിലതിൽ രണ്ടും കാറ്റഗറി ഓഫറും പ്രോഡക്റ്റ് ഓഫറും ഇംപ്ലിമെൻ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ഇത് ഏതെങ്കിലും ഒരു ഓഫറായിരിക്കും ആക്റ്റീവായിട്ടുണ്ടാവുക. നമുക്ക് ഇനി സെയിൽ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാം. അത് പ്രോഡക്റ്റിൻ്റെ സെയിൽ പ്രൈസ് എന്ന് പറയുന്നത് അതായത് സെയിൽസ് പ്രൈസ് മൈനസ് മാത്ത് ഫ്ലോർ റെഗുലർ പ്രൈസിൻ്റെ ഇപ്പോൾ 10 ആണെങ്കിൽ സപ്പോസ് ഒരു 20% ആണെങ്കിൽ യൂസർ ഇൻപുട്ട് ചെയ്യുന്നത് 0.20 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് ആ എമൗണ്ട് മൈനസ് ചെയ്തിട്ടായിരിക്കും അത് സെയിൽ പ്രൈസായിട്ട് കൺസിഡർ ചെയ്യുന്നത്. കാരണം ആ പ്രോഡക്റ്റ് എത്രയാണോ ഓഫർ പെർസെൻറ്റേജ് എത്രയാണോ അത്രയും പെർസെൻറ്റേജ് ഡിഡക്റ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പാഴ്സ് ചെയ്തിട്ട് പെർസെൻറ്റേജ് നമ്പറിലേക്ക് മാറ്റുന്നു. ദെൻ ഈ പ്രോഡക്റ്റ് നമ്മൾ ഡാറ്റാബേസിലോട്ട് അപ്ഡേറ്റ് ചെയ്ത് സേവ് ചെയ്യുന്നു. അത് മാത്രമല്ല നമ്മൾ പ്രോഡക്റ്റ് ഓഫർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് കാറ്റഗറിയുടെ ഓഫർ 0 ആയിട്ട് സെറ്റ് ചെയ്യണം. കാരണം ഏതെങ്കിലും ഒരു ഓഫറായിരിക്കും കാറ്റഗറി അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫറിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ആക്റ്റീവായിട്ടുണ്ടാവുക. സോ ആ രീതിയിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു ഡാറ്റാബേസിലോട്ട് കാറ്റഗറി. response.json സ്റ്റാറ്റസ് ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യാം. ക്യാച്ചിൽ എറർ ഹാൻഡിൽ ചെയ്യാം. response.redirect പേജ് എറർ. JSON ആയിട്ട് ബാക്ക് എൻഡിലോട്ട് മെസ്സേജ് പാസ് ചെയ്യുന്നു.
നമുക്കിനി എക്സ്പോർട്ട് ചെയ്യാം. ആഡ് പ്രോഡക്റ്റ് ഓഫർ. റിമൂവ് പ്രോഡക്റ്റ് ഓഫർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ആദ്യം പ്രോഡക്റ്റ് ഐ ഡി ഡീസ്ട്രക്ചർ ചെയ്തെടുക്കുന്നു. ദെൻ ഈ ഐ ഡി യൂസ് ചെയ്തിട്ട് ഡാറ്റാബേസിൽ നിന്ന് പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്യുന്നു. ഫൈൻഡ് പ്രോഡക്റ്റ്, await product dot find one. കോൺസ്റ്റ് പെർസെൻറ്റേജ് പ്രോഡക്റ്റിൻ്റെ നിലവിലുള്ള ഓഫർ നമ്മൾ എത്രയാണെന്ന് ഫൈൻഡ് ചെയ്തിട്ട് ആ എമൗണ്ട് ആയിരിക്കും നമ്മൾ സെയിൽസ് പ്രൈസിൽ നിന്ന് ആഡ് ചെയ്യുന്നത്. സോ ആഡ് ചെയ്യും മീൻസ് ആ ഓഫറിൻ്റെ എമൗണ്ട് എത്രയാണോ അത് റിമൂവ് ചെയ്തു എന്നർത്ഥം. ഫൈൻഡ് പ്രോഡക്റ്റ് ഡോട്ട് സെയിൽ പ്രൈസിൽ നമ്മൾ ഡിഫറൻസ് വരുത്തണം. നമ്മൾ ഡിഡക്റ്റ് ചെയ്ത എമൗണ്ട് ആഡ് ചെയ്യുന്നു. സോ അതിന് വേണ്ടിയിട്ട് ഫൈൻഡ് പ്രോഡക്റ്റ് ഡോട്ട് സെയിൽ പ്രൈസ് പ്ലസ് മാത്ത് ഡോട്ട് ഫ്ലോർ ഫൈൻഡ് പ്രോഡക്റ്റ് ഡോട്ട് റെഗുലർ പ്രൈസ് ഇൻറ്റു percentage divided by 100. സോ സെയിൽ പ്രൈസ് റീസെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഫൈൻഡ് പ്രോഡക്റ്റ് ഡോട്ട് പ്രോഡക്റ്റിൻ്റെ പ്രോഡക്റ്റ് ഓഫർ അസൈൻ 0. നമ്മൾ 0 ആയിട്ട് റീസെറ്റ് ചെയ്തു. await find product dot save. response dot json സ്റ്റാറ്റസ് ട്രൂ ആയിട്ട് ഫ്രണ്ട് എൻഡിലോട്ട് പാസ് ചെയ്യാം. ഈ സ്റ്റാറ്റസ് ആണ് സീറ്റിലായിട്ട് യൂസ് ചെയ്തിട്ട് ഫ്രണ്ട് എൻഡിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ദെൻ എറർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പോൺസ് ഡോട്ട് റീഡയറക്റ്റ് പേജ് എറർ. നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. റിമൂവ് പ്രോഡക്റ്റ് ഓഫർ. നമുക്കിനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രോഡക്റ്റ് സോ നമുക്ക് 10 ഇൻപുട്ട് ചെയ്യാം. ദെൻ ഓക്കെ 10% ഓഫർ ആഡായിട്ടുണ്ട്. റിമൂവ്ഡ് ആയിട്ടുണ്ട്. നമുക്കിനി കാറ്റഗറിയിൽ ഒരു ഓഫർ ഉണ്ടെങ്കിൽ സപ്പോസ് ബ്രീഫ് കേസിൽ നമ്മൾ ഒരു 10% ഓഫർ ആഡ് ചെയ്യാണ്. സോ പ്രോഡക്റ്റിൽ വരുന്ന ബ്രീഫ് കേസിൻ്റെ പ്രോഡക്റ്റ് കാറ്റഗറിയിൽ വരുന്ന പ്രോഡക്റ്റ്
അഗെയിൻ നമ്മളൊരു 10% ഓഫർ ആഡ് ചെയ്യും. ആ സമയത്ത് കാറ്റഗറിയിലുള്ള ബ്രീഫ് കേസിൻ്റെ ബാക്ക് ടു 0 ആയിട്ട് റീസെറ്റ് ആവും. സോ ഏതെങ്കിലും ഒരു ഓഫറായിരിക്കും ആക്റ്റീവായിട്ട് ഉണ്ടാവുക. നെക്സ്റ്റ് എപ്പിസോഡിൽ കാറ്റഗറി ബ്ലോക്ക് ചെയ്യുന്നതും അൺബ്ലോക്ക് ചെയ്യുന്നതും ഇംപ്ലിമെൻ്റ് ചെയ്യാം. ഓക്കെ, ബൈ.